ഇത് നോക്കി കാണാൻ മിക്സിയുടെ അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മെഷീൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധമായ എല്ലാ എണ്ണ എന്ന് പറഞ്ഞാൽ മായം കലരാത്ത എല്ലാ എണ്ണകളും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. 8 മണിക്കൂർ ഒരു ദിവസം യൂസ് ചെയ്താലും കൂടി നമുക്ക് 2 ലിറ്റർ കറണ്ട് വരുള്ളൂ. നന്നായിട്ട് കൃഷി ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ഒരു തുള്ളി എണ്ണ പോലും വരില്ല. 3 മുതൽ 4 മണിക്കൂർ വരെ വർക്ക് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് 3 മുതൽ 4 മണിക്കൂർ വരെ. ഈ മെഷീൻ ഉണ്ടാക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേ കണ്ടില്ല, നല്ല സ്ട്രോങ് ആണ്. ഒരുപാട് വർഷം ഇത് ഈട് നിൽക്കും. ഇത് നോക്കിയാൽ കണ്ടാൽ ഒരു മിക്സിയുടെ അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മെഷീൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധമായ എല്ലാ എണ്ണകളും വീട്ടിലുണ്ടാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെഷീൻ മാത്രം നമ്മുടെ കയ്യിലുണ്ടായാലും മതി. എന്താണ് മെഷീൻ്റെ പേര്? ഈ മെഷീൻ വന്നിട്ട് മിനി ഓയിൽ എക്സ്ട്രാക്ടർ ആണ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ഈ മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റുക? ഈ മെഷീൻ വന്ന് എല്ലാവിധ സീഡ്സും നമുക്ക് വന്നിട്ട് എക്സ്ട്രാ ചെയ്തിട്ട് നമുക്ക് എണ്ണ എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ എണ്ണ എടുക്കാൻ പറ്റിയ എല്ലാവിധ സീഡ്സിൽ നിന്നും നമുക്ക് ശുദ്ധമായ എണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. വർക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ്. നമ്മുടെ വീട്ടിലൊക്കെ വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ? വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് മെഷീൻ ഓൺ ചെയ്യാം. നമുക്ക് ടെമ്പറേച്ചർ ഉണ്ടാവും, ഡിജിറ്റൽ മീറ്റർ ആകുമ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ ആ ടെമ്പറേച്ചർ വന്ന് നമുക്ക് 150 ആണ് വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ഫാൻ ഇവിടെ വന്ന് റൺ ആകും. വെളിച്ചെണ്ണയാണെങ്കിൽ ടെമ്പറേച്ചർ 150 അല്ലേ? 150 സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സാധനം ഇതിലിടുക. കിട്ടുമ്പോൾ നമുക്ക് താഴെ എണ്ണ വരും, ഈ സൈഡ് വന്നിട്ട് വേസ്റ്റ് വരും. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം. നമ്മുടെ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ തുടങ്ങാം. വെളിച്ചെണ്ണ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ? വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം സ്വിച്ച് ഓൺ ചെയ്യാം. പിന്നെ ഡിജിറ്റൽ മീറ്റർ ഉണ്ടാവും താഴെ. അപ്പോൾ അതിൽ വന്നിട്ട് 150 ആണ് വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ അത് ഓൺ ചെയ്തതിന് ശേഷം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത് 150 ആണ്. 150 അല്ലേ? വെളിച്ചെണ്ണയ്ക്ക് 150. അതെ. അപ്പോൾ അതിനുശേഷം നമുക്ക് കൊപ്ര തേങ്ങ ഇതേപോലെ നമുക്ക് ചെറിയ മുറിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഡെമോയ്ക്കാകെ കൊപ്ര എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? കണ്ടോ, എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഇങ്ങനെ മുറിച്ച് വെക്കാം. അതിനുശേഷം ഇതിലൂടെ നമ്മൾ ഇടുക. ഇതിന് ശേഷം നമുക്ക് താഴെ എണ്ണ വരും, ഈ സൈഡ് നമുക്ക് വേസ്റ്റ് വരും അതിന്റെ. ഓക്കെ. അപ്പോൾ സിമ്പിളാണ് കാര്യങ്ങൾ, അല്ലേ? ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ മെഷീൻ്റെ വർക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെക്കാനിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ യൂസേജിനെ കുറിച്ച് ആലോചിച്ച് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അല്ലേ? വീട്ടമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞൻ മെഷീനാണിത്. നമുക്ക് ഇതിന്റെ ഡെമോ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെ നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഒന്ന് നോക്കാം. ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തു. ഓക്കെ, നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഈ DN പറഞ്ഞ സാധനം നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ SP1 വരും. അപ്പോൾ SP1 വരുമ്പോൾ നമുക്കത് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് 150 വരും. അപ്പോൾ ഇപ്പോൾ ഫാൻ ഒന്ന് നമുക്ക് റൺ ആയിക്കൊണ്ടിരിക്കുക. ഈ ഫാൻ വന്നിട്ട് ഇപ്പോൾ 150 നമുക്ക് സെറ്റായി കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് കൊപ്ര ഇടാൻ പറ്റും. ഇപ്പോൾ ടെമ്പറേച്ചർ വന്ന് 150 വന്നു. അതിനുശേഷം നമുക്ക് വന്നിട്ട് ഇവിടെ ഫോർവേഡ് ഓപ്ഷൻ ഉണ്ടാവും. സോ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്ക് മോട്ടർ റൺ ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അതിനുശേഷം ഈ കൊപ്ര തേങ്ങ നമുക്ക് എടുത്ത് ഇതിലിടാം. സാധാരണ ഒരു മിക്സിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അറിയാമെങ്കിൽ ഇത് വളരെ ഈസിയാണ്. കാര്യങ്ങൾ ഇത് വെച്ചാൽ മിക്സി ആകുമ്പോൾ നമുക്ക് അത് നമ്മൾ ഇത് കൊടുക്കണം, സ്പീഡ് അനുസരിച്ച് കൊടുക്കണം. പക്ഷേ ഇത് ആവശ്യമൊന്നുമില്ല. ഇവിടെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അതെ, ഫുള്ളി ഓട്ടോമാറ്റിക്. നമ്മൾ ജസ്റ്റ് കൊപ്ര ഇങ്ങനെ ഇടുന്നു, അത്രേ ഉള്ളൂ. സ്വിച്ച് ഓൺ ചെയ്യുന്നു. നമ്മൾ ഇവിടെ വന്നിട്ട് ഫോർവേഡ് ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്താൽ നമുക്ക് കൊപ്ര ഇടാൻ പറ്റും. അത്രേ ഉള്ളൂ. എണ്ണ വന്നു തുടങ്ങി, ഇത് നോക്കിയേ, കണ്ടോ? ഇപ്പം നമുക്ക് ഇവിടെ എണ്ണ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് പിന്നാക്കുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇവിടെ വന്നിട്ട് എണ്ണ മിക്സ് ആയിട്ടുണ്ടാവും, ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ, അതിന് ഒരു അംശമെങ്കിലും എണ്ണ ഉണ്ടാവുമെന്ന്. ഓക്കെ, ഇത് പിന്നാക്കുണ്ട്, ഇത് കണ്ടില്ലേ? പിന്നാക്ക് ഇത് കയ്യിലോട്ട് എടുക്കുകയാണ്. കയ്യിലോട്ട് എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഡെമോ ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് ക്രഷ് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ഒരു തുള്ളി എണ്ണ പോലും വരില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം എണ്ണ എല്ലാം, അല്ലേ? 100% നമുക്ക് എണ്ണ ലഭിക്കും, അല്ലേ? 100% എണ്ണ. ഈ ഇതിലൊന്നും 1% പോലും എണ്ണ ഉണ്ടാവില്ല, അല്ലേ? അത് മാത്രമല്ല, നമുക്ക് ഈ പിന്നാക്കം കൂടി നമുക്ക് പശുവിനോ ആടിനോ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ആട്ടിയെ വെളിച്ചെണ്ണ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയേ, ശുദ്ധമായ വെളിച്ചെണ്ണ. ഇപ്പം നമുക്കിതിൽ എന്തെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ മതി. ഒരു 2 മണിക്കൂർ വെയിലത്ത് വെച്ചാൽ നമുക്കെല്ലാം നല്ല ശുദ്ധമായി കിട്ടും, അല്ലേ? അതെ. ഓക്കെ, കണ്ടോ എൻ്റെ മണം? ഈ മെഷീൻ്റെ കാര്യം ഇതാണ്. നമുക്ക് വെളിച്ചെണ്ണയൊക്കെ വളരെ ഈസി ആയിട്ട്, അല്ലേ, ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ? ആയിക്കോട്ടെ. ഇനി നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എള്ള് എടുത്തിട്ടുണ്ട്, കടലയുണ്ട്. ഇപ്പം നമ്മൾ കടല എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് കടല ഈ ഒരു മെഷീൻ വെച്ച് എങ്ങനെ നമുക്ക് എണ്ണയാക്കി, അല്ലേ, എണ്ണയായിട്ട് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം, അല്ലേ? ഓക്കെ, ജസ്റ്റ് നമ്മൾ അപ്പം പറഞ്ഞ അതേ സെയിം തന്നെ, പക്ഷേ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ നമുക്ക് മാറ്റേണ്ടി വരും. ടെമ്പറേച്ചർ കടലയാകുമ്പോൾ നമുക്ക് 200 വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് പ്രസ് ചെയ്താൽ SP1 ഇല്ല, ഇപ്പോൾ SP2 ഇട്ടിട്ട്
ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് ഇത് 200 വരും ടെമ്പറേച്ചർ. അത് സെറ്റ് ആയതിനു ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടെമ്പറേച്ചർ ഫിക്സ് ആയി. ഓക്കെ, ഇനി നേരത്തെ പോലെ കടല അല്ലേ ഇതിലേക്ക് ഇട്ടാൽ മാത്രം മതി. മതി അല്ലേ? ഓക്കെ, ജസ്റ്റ് നമുക്ക് ആദ്യം ഫോർവേഡ് ഓപ്ഷൻ മെഷീൻ സ്വിച്ച് ഓൺ ചെയ്യാം. അതിനുശേഷം കടല ഇടുക. ഇതേപോലെ നമുക്ക് എല്ലിലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരു കണ്ടീഷനുള്ളൂ. ഇതിൽ വന്നിട്ട് ഡിജിറ്റൽ മീറ്ററിൽ വന്നിട്ട് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണം. ഇത് വന്നിട്ട് നമുക്ക് മറ്റേതിന് വന്നിട്ട് വെളിച്ചെണ്ണയ്ക്ക് 150 കടലയ്ക്ക് വന്നിട്ട് 200 ആണ്, എല്ലിന് വന്ന് 250. അത്രേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസം ഇതിനില്ല. ടെമ്പറേച്ചറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ഇതിന്റെ പുറകിൽ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും അല്ലേ? ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ടെമ്പറേച്ചറിൽ മാത്രം നമ്മളിപ്പോൾ എടുക്കുന്ന സീഡിനനുസരിച്ച് ടെമ്പറേച്ചറിൽ മാത്രം വ്യത്യാസം വരുള്ളൂ. മെക്കാനിസം എല്ലാം വളരെ സിമ്പിളാണ്. മെഷീൻ ജസ്റ്റ് ഓൺ ചെയ്യുക, ഇതുവഴി നമ്മൾ സീഡ് കൊടുക്കുക, ഇവിടെ ഓയിൽ വരും അല്ലേ? സിമ്പിളാണ് കാര്യങ്ങൾ അല്ലേ? ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് അറിയേണ്ടത്, ഞാനിപ്പോൾ വീട്ടിലത്തേക്ക് ഈ മെഷീൻ വാങ്ങിയെന്ന് വിചാരിക്കാം, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്ര നേരം വർക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ വർക്ക് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് 3 മുതൽ 4 മണിക്കൂർ വരെ. എത്ര ലിറ്റർ വരെ എനിക്ക് എണ്ണ? ഇപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിൽ വന്നിട്ട് ഒരു 3 കിലോ ടു 4 കിലോ വരെയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു മണിക്കൂറിൽ. ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ വീട്ടിലേക്ക് നമ്മളിപ്പോൾ മെഷീൻ വാങ്ങിയെന്ന് വിചാരിക്കുക, നമുക്ക് അടുത്തുള്ള വീട്ടുകാർക്ക് ശുദ്ധമായ എണ്ണ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ എണ്ണ നമ്മൾ അതിന് മാർക്കറ്റ് ഉണ്ട് എപ്പോഴായാലും അല്ലേ? മാർക്കറ്റ് ഉണ്ട്. എന്തിനാ ഇത് നമ്മൾ വിഷ എണ്ണയൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത്? അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അടുത്തുള്ള വീട്ടിൽ നമുക്ക് ചെറിയൊരു രീതിയിൽ ഒരു മിനി ബിസിനസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം അല്ലേ? സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നിങ്ങൾക്ക് നല്ല ഫുഡ് നിങ്ങൾക്കും കഴിക്കാം, അടുത്തുള്ളവർക്ക് നല്ല ഫുഡ് കൊടുക്കാം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 3 മണിക്കൂർ 3 to 4 വരെ വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പറഞ്ഞാൽ വൈദ്യുത ബില്ലിന്റെ കാര്യമാണ്. അപ്പോൾ ഇത് എത്ര യൂണിറ്റ് എടുക്കുന്നത്? 8 മണിക്കൂർ ഒരു ദിവസം യൂസ് ചെയ്താലും കൂടി നമുക്ക് 2 യൂണിറ്റ് കറണ്ട് വരുള്ളൂ. 8 മണിക്കൂർ അല്ലേ? അപ്പോൾ ചെറിയൊരു എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മിക്സി ഒക്കെ അല്ലേ എടുക്കുന്ന അങ്ങനെ വരുള്ളൂ, ആ ഒരു കറണ്ട് തന്നെ എടുക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വൈദ്യുത ബില്ലോ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു മെഷീൻ വാങ്ങി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഒരുപാട് പേര് നമ്മുടെ ചാനൽ മെസ്സേജ് ചോദിക്കാറുണ്ട്, കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്. ഇതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യം നടക്കും, നമുക്ക് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഈ ഒരു മെഷീൻ വെച്ചിട്ട്. മിക്സിയെ പോലെ തന്നെ ഇത് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ? എത്ര HP മോട്ടർ ഇത് ഉപയോഗിക്കുന്നത്? ഓക്കെ, ഹാഫ് HP മോട്ടറാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് ഇനി അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലീനിങ് പ്രോസസ്സ് അല്ലേ? ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമുക്ക് എണ്ണ ആട്ടിയതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യണം. അതിന് ശേഷം ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ആദ്യം ഈ ലോക്ക് ക്ലീൻ എടുക്കുക, ഇങ്ങനെ വലിച്ചാൽ മതി അല്ലേ? ജസ്റ്റ് വലിച്ചാൽ മതി. അതിനുശേഷം ഇത് എടുക്കുക, മുകളിൽ ആ പീസ് ഒന്ന് റിമൂവ് ചെയ്യുക. ഇത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നോക്കി ടച്ച് ചെയ്യണം, ചൂടുണ്ടാവും. ഓക്കെ, ഈ സൈഡ് മാത്രം പിടിക്കുക. അങ്ങനെ ഇത് മെഷീൻ റണ്ണാവുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ചൂടുണ്ടാവും, തൊടാൻ പാടില്ല. ഈ സൈഡ് ഇവിടെ ഫോർവേഡ് റിവേഴ്സ് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ സാധനം നമുക്ക് ഇങ്ങോട്ട് വരും. എണ്ണയുടെ കഴിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ക്ലീനിങ് എളുപ്പമാണല്ലേ? കാരണം അകത്ത് പോയതെല്ലാം ഇവിടെ വരും. അതെ, നമുക്ക് എന്തായാലും നമുക്ക് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിൽക്കും സാധനം. നമുക്ക് ലാസ്റ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് റിവേഴ്സ് കൊടുക്കുമ്പോൾ അതൊക്കെ ഇവിടെ വരും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇനി എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടത്? ഇത് എങ്ങനെ റിമൂവ് ചെയ്യണ്ടേ? അതെ, ഇത് ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇത് ലൂസ് ആക്കുക. ഇത് ലൂസ് കൈ കൊണ്ട് തിരിക്കാൻ പറ്റും അല്ലേ? തിരിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ ഹീറ്റ് ഉണ്ടാവും അല്ലേ? ഹീറ്റ് ഉണ്ടാവും. മോട്ടർ ഓടിയതിന് ശേഷം ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. കണ്ടല്ലേ? ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. അതെ അല്ലേ? ഇത് ഊരിന് ശേഷം നമുക്ക് ഇതും കൂടി ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അല്ലേ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? മെഷീൻ ക്ലീൻ ആയിട്ട് നമുക്ക് അടുത്ത തവണ ഉപയോഗിക്കാൻ വേണ്ടി അല്ലേ റെഡിയാവും. ഓക്കെ, അപ്പോൾ ക്ലീനിങ് ഒക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് ഇത്രയും അല്ലേ വളരെ ഈസി ആയിട്ട് ക്ലീനിങ് ചെയ്യാം. വീട്ടിലുള്ള സ്ത്രീകൾക്ക് കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ മെഷീൻ്റെ കാര്യങ്ങൾ. ഇത് ഓണിന് ശേഷം നമുക്ക് തിരിച്ചും കൂടി ഫിക്സ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഇത് ഇങ്ങനെ നേരെ വെച്ച് ഫിക്സ് ആക്കുക. ഓക്കെ, ഇവിടെയാണ് നമുക്ക് കടല ഒക്കെ വരാനുള്ള സ്ഥലം ഇതാണ്. അപ്പോൾ ഇവിടെ നേരെ ഇങ്ങനെ വെക്കണം. വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഫിറ്റ് ആക്കുക. അത്രേ ഉള്ളൂ. ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഡെമോയ്ക്കായി കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഇനി അത് പറഞ്ഞിട്ട് നെഗറ്റീവ് പറയരുത്. ക്ലീൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ശേഷം എങ്ങനെ തിരിച്ച് സെറ്റ് ചെയ്യണം അതാണ് കാണിച്ചു തരുന്നത്. അതെ, അത്രേ ഉള്ളൂ. പണി എളുപ്പമാണ്. ഓക്കെ, തിരിച്ച് നമുക്ക് ഇങ്ങനെ വെക്കുക, ഫിക്സ് ചെയ്യാം. സംഭവം ഈസിയാണ്. ഓക്കെ, ആ ഒരു ലോക്കും കൂടെ ഇട്ട് കൊടുക്കുക അല്ലേ? തിരിച്ച് അടുത്ത് അല്ലേ?
അടുത്ത് എന്ത് സാധനം ഉണ്ടോ നമ്മൾ എന്തെങ്കിലും ഇട്ട് മാറിക്കാൻ പറ്റും അല്ലേ. ക്ലീനിങ് വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമാകും. കാരണം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നമുക്ക് മായങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് എണ്ണകൾ. ആ എണ്ണകളിലെങ്കിലും നമുക്ക് ശുദ്ധമായ എണ്ണ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അത്യാവശ്യം സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനും കൂടെ പറ്റിയൊരു മോഡലാണിത്. ഇനി ഇതിപ്പോൾ ഡിജിറ്റൽ വരുന്ന അല്ലേ മീറ്റർ വരുന്ന മോഡലാണ്. ബേസ് മോഡലിന്റെ കാര്യം എങ്ങനെയാണ്? ബേസ് മോഡൽ ആകുമ്പോൾ നമുക്ക് ഡിജിറ്റൽ മീറ്റർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ. അതല്ലാണ്ട് നമുക്ക് കമേഴ്ഷ്യൽ പർപ്പസ് ആയി നമുക്ക് സെയിൽ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വലിയ മെഷീൻ കൂടി ഉണ്ട്. ഓക്കെ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് പറയുക. വീട്ടിലേക്കുള്ള ആവശ്യമാണോ അതോ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കണം കുറച്ച് കൂടുതൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അത്യാവശ്യം നമുക്ക് സെയിലും ചെയ്യാം. പക്ഷേ ഇതിലും കൂടിയ കപ്പാസിറ്റി ഉള്ള മെഷീൻസും ഉണ്ട്. നമുക്കൊരു ബിസിനസ് മെറ്റീരിയൽ നമുക്ക് പോകുമ്പോൾ കുറച്ച് വലിയ മെഷീൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം ഉപയോഗിക്കാൻ പറ്റും. ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പർപ്പസ് എന്താണെന്ന് കൃത്യമായിട്ട് പറയുക. വീട്ടിലേക്കാണെങ്കിൽ ഈ ഒരു മെഷീൻ മതി. ഇതിൻ്റെ ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ മതി. ഇത് ഡിജിറ്റൽ മീറ്ററിലാണ് കുറച്ച് എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോഡൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ഒരു മോഡലാണ് അല്ലേ. വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഈ ഒരു മോഡലാണ്. ഈ ഒരു മെഷീൻ ഉണ്ടാക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേ കണ്ടില്ല നല്ല സ്ട്രോങ് ആണ്. ഒരുപാട് വർഷം ഇത് ഈട് നിൽക്കും. ഇനി അറിയേണ്ടത് പ്രൈസിനെ കുറിച്ചാണ്. പ്രൈസിന്റെ കാര്യം എങ്ങനെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് കിട്ടും? അതെ റീസണബിൾ ആണ്. നമുക്ക് 16,000 മുതൽ ഇവിടെ നമുക്ക് കിട്ടാൻ പറ്റും. ഓക്കെ. 16,000 രൂപ മുതൽ ഇതിന്റെ മോഡൽസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ എടുക്കുന്ന മോഡൽ അനുസരിച്ച് പിന്നെ ഇതുപോലെ മീറ്റർ അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്തായാലും 16,000 രൂപ മുതൽ ഇവിടെ ഈ ഒരു മെഷീൻ ഓയിൽ എക്സ്ട്രാക്ടർ മെഷീൻ അല്ലേ അവൈലബിൾ ആണ്. ഈ ഒരു യൂണിറ്റിൽ. ഈ ഒരു കമ്പനിയുടെ പേര് ശ്രീ ആഞ്ജനേയ ഇൻഡസ്ട്രീസ് എന്നാണ് അല്ലേ. കമ്പനിയുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ലൊക്കേഷൻ കോയമ്പത്തൂർ സിംഗാനല്ലൂർ അതിനടുത്താണ്. ഓക്കെ. നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡെമോ ഉൾപ്പെടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവർ റെഡിയാണ്. ഇനി നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ശ്രീ ആഞ്ജന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ ഉള്ള എന്ത് അപ്ഡേഷൻ വന്നാലും നമ്മുടെ ചാനൽ വഴി ഈ ഒരു ടീം ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. കസ്റ്റമൈസ്ഡ് മെഷീൻ റീസണബിൾ പ്രൈസിൽ എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു കമ്പനിയാണ് ആഞ്ജന ഇൻഡസ്ട്രീസ്. പിന്നെ സെയിൽ മാത്രമല്ല ഇവർ ശരിക്കും പറഞ്ഞാൽ മാനുഫാക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ ഇവിടെ നിന്നും മെഷീനുകൾ ഏത് മെഷീൻ എടുത്താലും ഇത് മാത്രമല്ല എല്ലാവിധ അഗ്രി മെഷീൻസ് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ കാറ്റഗറിയിലുള്ള മെഷീൻസ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റാണ് ശ്രീ ആഞ്ജന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എവിടേക്കായാലും ഡെലിവറി സൗകര്യമുണ്ട് അല്ലേ. ഡെലിവറി സൗകര്യമുണ്ട്. എങ്ങോട്ടൊക്കെ അയക്കാൻ പറ്റില്ലേ? നോർത്ത് സൈഡ് അയച്ചിട്ടുണ്ട്, പിന്നെ കർണാടക സൈഡ് അയച്ചിട്ടുണ്ട്, കേരള എല്ലാ സൈഡിലും അയച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഡെലിവറി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇന്ത്യയിൽ എവിടേക്കായാലും ഡെലിവറി ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു കമ്പനിക്കുണ്ട്. പിന്നെ മെഷീന് ശരിക്കും പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്നാണ് നിങ്ങൾ ഡയറക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റി മെഷീൻ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെഷീൻ നിങ്ങൾ ഷോപ്പിലൊക്കെ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം പ്രൈസ് കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് നിങ്ങളിലേക്ക് നടത്താം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ അല്ലേ ബെസ്റ്റ് മെഷീൻ കിട്ടും. ഈ ഒരു മെഷീൻ്റെ വാറണ്ടിയുടെ കാര്യം എങ്ങനെയാണ്? വാറണ്ടി 1 ഇയർ മോട്ടോർ വാറണ്ടി ഉണ്ട്. ഓക്കെ. 1 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ യാതൊരു പ്രശ്നങ്ങൾ വരുന്ന മെഷീൻസ് അല്ല അല്ലേ. ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഒരുപാട് നാൾ ഈ ഒരു മെഷീന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനകത്തുള്ള എന്ത് സ്പെയർ പോയാലും എന്ത് സർവീസ് വേണമെങ്കിലും അതിന്റെ സപ്പോർട്ട് ഇവിടെ ചെയ്ത് കൊടുക്കും അല്ലേ. അതിന്റെ കാര്യത്തിൽ ഒന്നും ടെൻഷൻ വേണ്ട. കാരണം നമ്മളോട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരു ഏകദേശം 3-4 വർഷമായിട്ടുണ്ടാവും. അത്രത്തോളം എപ്പിസോഡ്സ് ഞങ്ങൾ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് നോക്കിയാൽ അറിയാം എല്ലാം പോസിറ്റീവ് ഫീഡ്ബാക്കാണ് ഇവിടെ നിന്നൊക്കെ മെഷീൻ വാങ്ങിയവർ തന്നിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള മെഷീൻസ് ആണ് ഇവിടുന്ന് അവർ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഈ ഒരു മെഷീൻ ആവശ്യമുള്ള തീർച്ചയായിട്ടും വിളിക്കുക. 16,000 രൂപ മുതൽ നമ്മുടെ അല്ലേ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡലിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ ഒരു മോഡൽ ഡിജിറ്റൽ വരുന്ന മോഡൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് പോകുന്ന മോഡൽ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.